വിശാലമായ ഒരു കുളത്തിൽ നല്ലൊരു സൂപ്പർ പോത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മുങ്ങി കിടക്കുകയാണ് മൂപ്പര് നല്ല സുഖത്തിൽ. ഈ ചൂടുകാലത്ത് ഇങ്ങനെ എന്താ മൂപ്പരെ കെടുത്തോ. ഹേയ്, നല്ല വെള്ളമുണ്ട്, ഇങ്ങനെ നീന്തി കളിക്കുക. ഇപ്പോൾ നല്ല ചൂടുകാലത്ത് നിന്നേ ഐസും കട്ടയിൽക്കൊണ്ട് വന്ന് വീണ പോലെയാണ് പോത്ത് ഇങ്ങനെ കളിക്കുക. നീന്തി കളിച്ചും കൊണ്ടിരിക്കുകയാണ്. അത് അതിലിടയ്ക്ക് എന്തൊക്കെ പോത്ത് കാട്ടണമുണ്ട്, മുങ്ങണമുണ്ട്, തലയിട്ടിട്ട് അടിക്കണുണ്ട്. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ തഞ്ഞി അതിനെ കുളിപ്പിക്കാനുള്ള പുറപ്പാടിലാണ്. കുളിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. അതാ ഇറങ്ങണ്, ഉരച്ചു കൊടുക്കുന്നുണ്ട്. വലിയ പോത്താട്ടാ, കാട്ടിപ്പോത്താണ്, കാട്ടിക്കൊമ്പൻ പോത്താണ്. നല്ല ഉരക്കും, ഡെയിലി ഉരച്ചു കൊടുക്കും, ഡെയിലി കുളിപ്പിച്ചു കൊടുക്കും. എല്ലാ ഭാഗവും നന്നായി ഉരച്ച് ക്ലിയറാക്കുന്നുണ്ട്. വാലൊക്കെ ഇങ്ങനെ പൊക്കി കൊടുക്കുന്നുണ്ട് ഉരക്കുമ്പോൾ. പുറം നല്ല ഭീതിയാ. ആ വരുന്ന് കുളിപ്പിക്കൽ കഴിഞ്ഞ് മേലക്ക് കയറ്റുകയാണ്. ഇതാ വരുന്ന് കുറച്ചും കൂടി ഇറച്ചിയൊക്കെ കയറി ഒന്ന് ദമ്മാവാനുണ്ട്. നടത്താൻ കണ്ടില്ലേ. വല്ലാത്ത യാതി. ഇപ്പം നിന്നിട്ട് പുല്ല് തിന്നാണ്. ബാക്കിൽ ഒരാൾ വരുന്നുണ്ട്. ഒരു ചെറിയൊരു പോത്തും കുട്ടി ഉണ്ട് ബാക്കിൽ. ബാക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിലുവുണ്ട്. അപ്പം അംസ അതിൻ്റെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളിനെ സോപ്പിട്ടിട്ട് കുറച്ച് നേരമായി നിൽക്കണ്. അയാളൊരു പൈസക്ക് ഒതുങ്ങണില്ല. അംസ പൈസ കീസ വെച്ച് അയാൾ കൊടുക്കില്ല എന്നാണ് പറയുന്നത്. കുളമൊക്കെ നല്ല വീതിയും വിസ്താരമൊക്കെ ഉള്ള കുളമാണ്. ആ പോണേ പോണ പോക്ക് കണ്ടില്ലേ. ഇതാണ് കുളവും കാര്യങ്ങൾ. കുളം അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല കുളമാണ്, വീതിയും വിസ്താരമൊക്കെ ഉള്ള കുളമാണ്. ചിലവരൊക്കെ വന്നിട്ട് കുളിക്കണമുണ്ട്. ഞങ്ങൾ പാടായ പാടവും തോടായ തോടും പറമ്പായ പറമ്പവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. പോത്തിനെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വില കൂടുതലാണ്. അങ്ങോട്ട് പിന്നാലെ പോരുന്നില്ല.